Every cup of chai carries a story shaped by trade, migration and cultural adaptation. 1899 ഇറാനിയൻ ഡിപ്ലോമാറ്റ് ആയ കാഷഫ് അൽ സൽത്താനി തേയിലത്തോട്ടത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും മനസ്സിലാക്കി. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ ഇറാനിൽ തേയിലത്തോട്ടം ആരംഭിക്കുകയും അത് ഗിലാനി പ്രവിശ്യയിൽ വിജയകരമാവുകയും ചെയ്തു. പിന്നീട് ഇറാനിയും സൊറോസ്ട്രിയൻ സമൂഹങ്ങളും ചായശീലവുമായി ഇന്ത്യയിലേക്ക് കുടിയേറുകയുണ്ടായി. 1930-കളിൽ ആ ചായ സംസ്കാരം ഹൈദരാബാദിൽ വളരെ ആഴത്തിൽ വേരൂന്നി. 1930 മുതൽ 1960 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ഡെക്കാൻ സിറ്റികളായ ഹൈദരാബാദ്, ബാംഗ്ലൂരു, പൂനെ, നാഗ്പൂർ, നാഷിക്, മൈസൂർ, ഔറംഗാബാദ് എന്നിവിടങ്ങളിൽ കഫേയിലൂടെയും റെയിൽവേ സ്റ്റേഷനിലൂടെയും നഗര തൊഴിലാളികളിലൂടെയും ആ ചായ സംസ്കാരം വ്യാപിച്ചു. 2021-ൽ ആ ചായ നമ്മുടെ കോഴിക്കോട് കുത്തബ് ഷാഹി സ്ട്രീറ്റിലും ആസ്വദിച്ചു തുടങ്ങി. ആ ചായയാണ് ഈ 2026-ൽ നമ്മൾ ആസ്വദിക്കുന്ന ഇറാനി ചായ. ഹലോ ചങ്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൂബ് ഷായ് ടീ സ്പോട്ടിലാണ്. തിരൂരിന്റെ മുഖച്ഛായ മാറ്റാൻ ഒരു പുതിയ ചായ സ്പോട്ട്. കൂബ് ഷായ് സ്പോട്ടിലെ സിഗ്നേച്ചർ ചായ ഇറാനി ചായയാണ്. ഇറാനി ചായയുടെ കൂടെ ഉസ്മാനിയ ബിസ്ക്കറ്റും. കൂബ് ഷായിലെ രണ്ടാമത്തെ സ്പെഷ്യൽറ്റി സാഫ്രാനി ചായയാണ്. ഒരു അറബിക് സ്പെഷ്യൽറ്റിയാണ് ഇനി കൂബ് ഷായിൽ നിന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു കിടിലൻ ചായ. നമ്മുടെ സ്പോട്ടിലെ സ്പെഷ്യൽ അട്രാക്ഷൻ ഇറാനി ചായയുടെ കൂടെ ആസ്വദിക്കാൻ പറ്റുന്ന വെറൈറ്റി സ്നാക്സുകളാണ്. കുൽഫി ചിക്കൻ, കാജർ കാ ഹൽവ, തിരങ്ക ചിക്കൻ, ചിക്കൻ 95, സ്റ്റിക് ചിക്കൻ, അങ്ങനെ ഒരുപിടി കിടിലൻ സ്നാക്സുകളും കൂബ് ഷായിൽ നമുക്ക് അവൈലബിൾ ആണ്. കൂബ് ഷായിലെ മറ്റൊരു സ്പെഷ്യൽ അട്രാക്ഷൻ ഇവിടുത്തെ ഹലീമാണ്. ചിക്കന്റെയും മട്ടന്റെയും ടേസ്റ്റിൽ വരുന്ന നല്ല കിടിലൻ ഹലീം. കൂബ് ഷായ് സ്പോട്ട് എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ സ്പോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് തിരൂർ താഴെപ്പാലം KCB ഓഫീസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അടുത്തൊരു ഈവനിങ് കൂബ് ഷായിലെ ഇറാനി ചായയും സ്പെഷ്യൽ സ്നാക്സും ഹലീമൊക്കെ ട്രൈ ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു കിടിലൻ ടീ സ്പോട്ടിന്റെ വിശേഷവുമായി വരാം. അതുവരേക്കും ബൈ ഫ്രം മിസ്റ്റർ യു. താങ്ക് യു.